നമസ്കാരം, STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ മെയ് 4-ന് 8 മണിക്ക് ആരംഭിക്കും. തൃത്താല, പട്ടാമ്പി, ഷൊർണൂർ, ഒറ്റപ്പാലം മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ പത്തിരിപ്പാല മൗണ്ട് സീന പബ്ലിക് സ്കൂളിൽ. തൃത്താലയിലെ 219 ബൂത്തുകൾക്കായി 14 ടേബിളുകളും 15 റൗണ്ടും എണ്ണും. പട്ടാമ്പി 225 ബൂത്തുകളിലെ 15 ടേബിളുകൾ 16 റൗണ്ടുകൾ. ഷൊർണൂർ 225 ബൂത്തുകൾ 19 ടേബിളുകൾ 11 റൗണ്ടുകൾ. ഒറ്റപ്പാലം 238 ബൂത്തുകൾ 11 ടേബിളുകൾ 13 റൗണ്ടുകളായി എണ്ണും. സംസ്ഥാനത്തെ SSLC പരീക്ഷാ പേപ്പറുകളുടെ മൂല്യനിർണ്ണയം സമാപിച്ചു. പാലക്കാട് ജില്ലയിൽ വാഴാങ്കുറിശി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, നടുവട്ടം ഗവൺമെൻറ് ജനത ഹയർ സെക്കൻഡറി സ്കൂൾ ഉൾപ്പെടെ 6 കേന്ദ്രങ്ങളിൽ ആയിരുന്നു പരീക്ഷാ പേപ്പറുകളുടെ മൂല്യനിർണ്ണയം. ഇതിൽ വാഴാങ്കുറിശി, നടുവട്ടം സ്കൂളുകളിൽ മാത്രം 1,43,025 ഉത്തരപ്പേപ്പറുകൾ മൂല്യനിർണ്ണയം നടത്തി. ഷൊർണൂർ കുളഞ്ചേരി കുളത്തിന് സമീപം ചില വീടുകളിൽ കിണറുകളിൽ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ ഭൂജല വകുപ്പ് അധികൃതർ പരിശോധന നടത്തി. ജനങ്ങൾക്കുണ്ടായ ആശങ്കയെ തുടർന്ന് നഗരസഭ ഇടപെട്ട സാഹചര്യത്തിലായിരുന്നു അധികൃതരുടെ പരിശോധന. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും വെള്ളം പരിശോധനയ്ക്കായി ലാബിലേക്ക് അയക്കുമെന്നും അധികൃതർ. വീടിനുള്ളിൽ ടൈൽസിൽ പൊള്ളുന്ന ചൂട്. കുടുംബം പരിഭ്രാന്തിയിൽ. വാണിയംകുളം പഞ്ചായത്തിന് സമീപം ഇരുമ്പശ്ശേരി ശങ്കരകൃഷ്ണന്റെ വീട്ടിലെ ടൈൽസിൽ നിന്നാണ് അസാധാരണമായ ചൂട് അനുഭവപ്പെടുന്നത്. കൊല്ലങ്കോട് വൻ മദ്യവേട്ട. 124 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി ഒരു സ്ത്രീ അറസ്റ്റിൽ. കൊല്ലങ്കോട് മാഞ്ചിറ കണ്ടച്ചിറയിൽ ശശികലയെ കൊല്ലങ്കോട് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടറും സംഘവും പിടികൂടി. എക്സിറ്റ് പോളുകൾക്ക് വില കൽപ്പിക്കുന്നില്ലെന്നും 2016-ൽ താൻ പരാജയപ്പെടും എന്ന് പ്രവചിച്ച എക്സിറ്റ് പോളുകളെ ജനം തള്ളിയ ചരിത്രമാണ് ഉള്ളതെന്നും UR പ്രദീപ് MLA. ചേലക്കരയിൽ മികച്ച വിജയം നേടുമെന്നും അഭിമാനകരമായ മുന്നേറ്റം നടത്താൻ ഇടതുപക്ഷത്തിന് കഴിയുമെന്നും MLA. പ്രവചനങ്ങളിലല്ല തനിക്ക് വിശ്വാസമെന്നും അത് ജനങ്ങളിൽ ആണെന്നും UR പ്രദീപ്. പാചകവാതക വില വർധനവിനെതിരെ ഗ്യാസ് സിലിണ്ടറിന് മുകളിൽ റീത്ത് വെച്ച് സ്ട്രക്ചറുമായി ഹോട്ടൽ ഉടമകളുടെ വേറിട്ട സമരം. സമരം സംഘടിപ്പിച്ചത് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. കനത്ത ചൂടിനെ പ്രതിരോധിക്കാൻ ഖാദി വസ്ത്രപ്രചരണവുമായി ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് വകുപ്പ് 1 മാസക്കാലം 30% റിബേറ്റ് അനുവദിച്ചിട്ടുണ്ടെന്ന് ഖാദി ബോർഡ് അംഗം S. ശിവരാമൻ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ മെയ് 4-ന് 8-ന് ആരംഭിക്കും. തൃത്താല, പട്ടാമ്പി, ഒറ്റപ്പാലം, ഷൊർണൂർ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ പത്തിരിപ്പാല മൗണ്ട് സീന പബ്ലിക് സ്കൂളിലാണ്. തൃത്താലയിലെ 219 ബൂത്തുകൾക്കായി 14 ടേബിളുകളായി 15 റൗണ്ടാണ് എണ്ണുക. പട്ടാമ്പി 225 ബൂത്തുകൾക്കായി 15 ടേബിളുകൾ 14 റൗണ്ടുകളായി എണ്ണും. ഷൊർണൂർ 225 ബൂത്തുകൾക്കായി 19 ടേബിളുകളിലായി 11 റൗണ്ട് വോട്ടെണ്ണൽ നടക്കും. ഒറ്റപ്പാലത്തെ 238 ബൂത്തുകൾക്കായി 18 ടേബിളുകളും 13 റൗണ്ടുകളും എണ്ണും. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ മെയ് 4-ന് രാവിലെ 8-ന് ആരംഭിക്കും. ഗവൺമെന്റ് വിക്ടോറിയ കോളേജ്, പാലക്കാട് NSS എഞ്ചിനീയറിംഗ് കോളേജ്, NSS എഞ്ചിനീയറിംഗ് കോളേജ് അകത്തേത്തറ, മൗണ്ട് സീന പബ്ലിക് സ്കൂൾ പത്തിരിപ്പാല എന്നിങ്ങനെ ജില്ലയിലെ 3 കേന്ദ്രങ്ങളിലായാണ് 12 നിയോജക മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ നടക്കുക. അന്നേ ദിവസം രാവിലെ 7:30-ന് സ്ഥാനാർത്ഥികൾ ഏജന്റുമാരുടെ സാന്നിധ്യത്തിൽ സ്ട്രോങ് റൂം തുറക്കും. തുറന്ന് 8 മണിയോടെ വോട്ടെണ്ണൽ ആരംഭിക്കും. ആദ്യം പോസ്റ്റൽ ബാലറ്റുകളും പിന്നീട് ഇലക്ട്രോണിക്സ് വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടുകളുമാണ് എണ്ണുക. 10 മണിയോടെ ആദ്യഫല സൂചനകൾ പുറത്തുവരും. പോസ്റ്റ് ബാലറ്റുകൾ പൂർത്തിയായതിനു ശേഷമേ വോട്ടിംഗ് മെഷീനിലെ വോട്ടുകൾ എണ്ണി തുടങ്ങിയുള്ളൂ എന്ന് ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ അറിയിച്ചു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച നിരീക്ഷകരുടെയും സ്ഥാനാർത്ഥികൾ ഏജന്റുമാരുടെയും സാന്നിധ്യത്തിലാണ് വോട്ടെണ്ണൽ നടക്കുക. മൈക്രോ ഒബ്സർവർമാരെയും AROമാരെയും നിരീക്ഷണത്തിനായി നിയോഗിച്ചിട്ടുണ്ട്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ നിലവിൽ ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് പാലക്കാടും NSS എഞ്ചിനീയറിംഗ് കോളേജ് അകത്തേത്തറ, മൗണ്ട് സീന പബ്ലിക് സ്കൂൾ പത്തിരിപ്പാല എന്നീ കേന്ദ്രങ്ങളിലെ സ്ട്രോങ് റൂമുകളിൽ 24 മണിക്കൂർ സുരക്ഷയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. വോട്ടെണ്ണൽ കേന്ദ്രത്തിന് അകത്തേക്കുള്ള മൊബൈൽ ഫോൺ പ്രവേശനം റിട്ടേണിംഗ് ഓഫീസർമാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു ഉദ്യോഗസ്ഥർക്ക് മൊബൈൽ ഫോണുകൾ സൂക്ഷിക്കുന്നതിനായി പ്രത്യേക കവാടത്തിൽ പ്രത്യേക കൗണ്ടറുകൾ സ്ഥാപിക്കും. എല്ലാ ടേബിളുകളിലും മുഴുവൻ കാണത്തക്ക രീതിയിലാണ് CCTV ക്യാമറ സ്ഥാപിക്കുക. വോട്ടെണ്ണൽ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ലഭ്യമാകാൻ മീഡിയ സെൻറ്റർ ഉൾപ്പെടെ പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കും. ഓരോ നിയോജകമണ്ഡലങ്ങളിലെയും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന 5 വീതം പോളിംഗ് സ്റ്റേഷനുകളിലെ VPPAT സ്ലിപ്പുകളാണ് എണ്ണുന്നത്. നിരീക്ഷകരുടെയും സ്ഥാനാർത്ഥികൾ ഏജന്റുമാരുടെയും സാന്നിധ്യത്തിൽ വോട്ടെണ്ണൽ ദിനത്തിൽ നറുക്കെടുപ്പിലൂടെയാണ് ഈ ബൂത്തുകൾ തിരഞ്ഞെടുക്കുക.
ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സംസ്ഥാനത്തെ SSLC പരീക്ഷാ ഉത്തരപേപ്പറുകളുടെ മൂല്യനിർണ്ണയം അവസാനിച്ചു. വാരണാസി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, നടുവട്ടം ഗവൺമെൻറ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂൾ ഉൾപ്പെടെ ജില്ലയിൽ 6 കേന്ദ്രങ്ങളിലായാണ് മൂല്യനിർണ്ണയം നടന്നത്. ഇതിൽ വാരണാസി, നടുവട്ടം ക്യാമ്പുകളിൽ മാത്രം 1,43,025 ഉത്തരപേപ്പറുകളാണ് മൂല്യനിർണ്ണയം നടത്തിയത്. ഇനി മെയ് 16-ന് SSLC ഫലം പ്രഖ്യാപിക്കും. സംസ്ഥാനത്തൊട്ടാകെ വിവിധ കേന്ദ്രങ്ങളിൽ നടത്തി വന്നിരുന്ന SSLC പരീക്ഷാ ഉത്തരപേപ്പറുകളുടെ മൂല്യനിർണ്ണയമാണ് സമാപിച്ചത്. ഏപ്രിൽ 16-ന് തുടങ്ങിവെച്ച മൂല്യനിർണ്ണയം മെയ് 2-ന് അവസാനിക്കുകയായിരുന്നു. പാലക്കാട് ജില്ലയിൽ വിവിധ വിഷയങ്ങളിലെ പേപ്പറുകളുടെ മൂല്യനിർണ്ണയത്തിനായി 6 കേന്ദ്രങ്ങളാണ് പ്രവർത്തിച്ചത്. വാരണാസി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇംഗ്ലീഷ്, മലയാളം സെക്കൻഡ് പേപ്പർ, ഹിന്ദി, ബയോളജി, മാത്സ് എന്നീ വിഷയങ്ങളുടെ 85,894 പേപ്പറുകളുടെ മൂല്യനിർണ്ണയമാണ് നടത്തിയത്. 21 ചീഫ്മാരുടെയും 220 അധ്യാപകരുടെയും നേതൃത്വത്തിലാണ് മൂല്യനിർണ്ണയ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത്. വളരെ നല്ല രീതിയിൽ മൂല്യനിർണ്ണയം പൂർത്തിയാക്കാനായെന്ന് ക്യാമ്പ് ഓഫീസർ M. ഗീത പറഞ്ഞു. വാരണാസി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 5 വിഷയങ്ങളിലായിട്ടാണ് ഇത്തവണത്തെ SSLC മൂല്യനിർണ്ണയം പൂർത്തിയായത്. ഇവിടെ ഇംഗ്ലീഷ്, ഹിന്ദി, ബയോളജി, കണക്ക്, മലയാള സെക്കൻഡ് എന്നീ വിഷയങ്ങളായിരുന്നു. ഈ വിഷയങ്ങളെല്ലാം കൂടെ ഏകദേശം 85,894 പേപ്പറാണ് മൂല്യനിർണ്ണയം നടത്തിയത്. 220 അധ്യാപകരും അവരെ നിയന്ത്രിക്കുന്നതിനായിട്ട് 21 ചീഫുമാരും അടങ്ങുന്ന ഒരു സംഘമായിരുന്നു ഇവിടെ വാല്യുവേഷനായിട്ട് നിയോഗിക്കപ്പെട്ടത്. ഇന്നത്തോടുകൂടി അത് പൂർത്തിയായിരിക്കുകയാണ്. മെയ് 16-ാം തീയതി ഫലപ്രഖ്യാപനത്തിന് വേണ്ടി ക്യാമ്പുകളിൽ നിന്ന് ചെയ്യേണ്ട എല്ലാ പ്രവർത്തനങ്ങളും വളരെ സുഗമമായി തന്നെ അവസാനിച്ചു. നടുവട്ടം ഗവൺമെൻറ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിൽ മലയാളം ഫസ്റ്റ് പേപ്പർ, കെമിസ്ട്രി, ഫിസിക്സ്, സോഷ്യൽ സയൻസ് എന്നീ 4 ഉത്തരപേപ്പറുകളുടെ മൂല്യനിർണ്ണയമാണ് നടത്തിയത്. ആകെ 57,131 പേപ്പറുകൾ ഈ ക്യാമ്പിൽ മൂല്യനിർണ്ണയം നടത്തി. മൂല്യനിർണ്ണയത്തിന് ക്യാമ്പ് ഓഫീസർ രാധിക ടീച്ചർ നേതൃത്വം നൽകി. ഇത്തരത്തിൽ എല്ലാ നടപടികളും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി മെയ് 16-ന് SSLC ഫലം പുറത്തുവരും. ഏതൊക്കെ വിദ്യാലയങ്ങൾ കൂടുതൽ വിജയശതമാനം കൊയ്യുമെന്ന് കാത്തിരുന്നു കാണാം. ന്യൂസ് സെൻറ്റർ, ഷൊർണൂർ. ഷൊർണൂർ കുളഞ്ചേരി കുളത്തിന് സമീപം താമസിക്കുന്ന ചില വീടുകളിൽ കിണറുകളിലെ ജലനിരപ്പ് പെട്ടെന്ന് ഉയർന്ന സാഹചര്യത്തിൽ ഭൂജല വകുപ്പ് അധികൃതർ പരിശോധന നടത്തി. നഗരസഭയുടെ ഇടപെടലിനെ തുടർന്നാണ് ഭൂജല വകുപ്പ് ജില്ലാ ഓഫീസർ KB മുരളീധരൻ പരിശോധന നടത്തിയത്. അതേസമയം ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും വെള്ളം പരിശോധനയ്ക്കായി ലാബിലേക്ക് ഉടൻ അയക്കുമെന്നും മുരളീധരൻ STVയോട് പറഞ്ഞു. ഷൊർണൂർ കുളഞ്ചേരി കുളത്തിന് സമീപം താമസിക്കുന്ന 5ഓളം വീടുകളിലെ കിണറുകളിലാണ് പെട്ടെന്ന് ജലനിരപ്പ് ഉയർന്നു വന്നിരിക്കുന്നത്. വ്യാഴാഴ്ച രാത്രിയോടെയാണ് വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. കിണറിൻ്റെ സൈഡ് ഭാഗത്തു നിന്നും ഉറവ് പൊട്ടി കിണറ്റിലേക്ക് വെള്ളം വീഴുന്ന ശബ്ദം കേട്ടതോടെയാണ് ചില വീട്ടുകാർ ഈ വിവരം ആദ്യം അറിയുന്നത്. മണിക്കൂറുകൾ കഴിയുമ്പോഴേക്കും ജലം ഉയർന്നു വന്നിട്ടുണ്ടാകും. വീട്ടുകാർ വിവരം നഗരസഭാ അധികാരികളെ അറിയിച്ചതിനെ തുടർന്നാണ് ശനിയാഴ്ച വൈകിട്ടോടെ ഭൂജല വകുപ്പ് ജില്ലാ ഓഫീസർ KB മുരളീധരനും സംഘവും വീടുകളിലെ കിണറുകൾ പരിശോധിക്കാനെത്തിയത്. വീട്ടുകാർക്കുണ്ടായ ആശങ്കയെ തുടർന്നാണിത്. പൊതുകിണറിലും സംഘം പരിശോധന നടത്തി. പക്ഷേ ഒരു സർട്ടൻ പീരീഡ് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് ആ ഉള്ള കൺഫൈൻഡ് ആയിട്ടുള്ള ഒരു വിത്ത പ്രഷർ അത് റിലീസായി കഴിഞ്ഞാൽ പിന്നെ അത് കഴിയും. ചെറിയൊരു ടൈം ഇൻ്റർവെൽ ചിലപ്പോൾ അത് റിപ്പീറ്റഡായി വന്നോളന്നില്ല. ഇതും കൂടെ നോക്കാം, കുളത്തിൻ്റെ വർക്കിൻ്റെ നമുക്ക് നോക്കാം. മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ എന്ന് പരിശോധിക്കും. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ഇപ്പോൾ ശേഖരിച്ച വെള്ളം തിങ്കളാഴ്ച എറണാകുളത്തെ ലാബിലേക്ക് പരിശോധനയ്ക്ക് അയക്കുമെന്നും ഭൂജല വകുപ്പ് ജില്ലാ ഓഫീസർ KB മുരളീധരൻ STVയോട് പറഞ്ഞു. ഒരു വെല്ലം കൂടി ഉണ്ട്, മുകളിലൊരു വെല്ലം കൂടി ഉണ്ട്. നോക്കിയിട്ട് നമുക്ക് പറയാം. നിഗമനത്തിൽ നമുക്കിപ്പോൾ അറിയാൻ പറ്റില്ല. നമ്മുടെ സാമ്പിളെല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട്. അധികൃതർ കുളഞ്ചേരി കുളവും സന്ദർശിച്ചു. KB മുരളീധരനൊപ്പം നഗരസഭാ ചെയർപേഴ്സൺ P. നിർമ്മല, വൈസ് ചെയർമാൻ VK അനുരാജ്, കൗൺസിലർമാർ സെക്രട്ടറി രാജേഷ് എന്നിവരും ഉണ്ടായിരുന്നു. ന്യൂസ് സെൻറ്റർ, ഷൊർണൂർ. വീട്ടിനുള്ളിൽ ടൈൽസിൽ പൊള്ളുന്ന ചൂട്. കുടുംബം പരിഭ്രാന്തിയിൽ. വാണിയംകുളം പഞ്ചായത്തിന് സമീപം ഇരുമ്പശ്ശേരി ശങ്കരകൃഷ്ണൻ്റെ വീട്ടിലെ ടൈൽസിലാണ് അസാധാരണമായ ചൂട് അനുഭവപ്പെടുന്നത്. എന്ത് പ്രതിഭാസമാണെന്ന് അറിയാതെ കുടുംബം. രാവിലെയാണ് കോണിയെടുക്കുന്നതിൻ്റെ സ്റ്റെപ്പിൻ്റെ താഴെ ചൂടുണ്ടായിരുന്നു. അപ്പോൾ പൂച്ച കിടന്നിട്ട് പൂച്ച കിടന്നിട്ടുള്ള ചൂടായിരിക്കുന്നു വിചാരിച്ചു. പിന്നെ അതിൽ ചൂട് കൂടി 2-3 ഭാഗത്തേക്ക് ടൈൽസിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ പറന്നു വരികയാണ്. അപ്പോൾ അത്
പേരക്കുട്ടിയുണ്ട്, അവള് പറഞ്ഞു ഭയങ്കര ചൂടുന്നില്ല, എന്താ സംഭവം അറിയില്ല എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ മെമ്പർ ജയനെ വിളിച്ച് പറഞ്ഞു, ജയൻ പഞ്ചായത്തിനെ വിളിച്ച് പറഞ്ഞു. പഞ്ചായത്ത് ജീവനക്കാർക്ക് അവരെ വിളിച്ച് പറഞ്ഞു, അവർ ഇലക്ട്രിസിറ്റി ബോർഡിനോട് അറിയിക്കാൻ പറഞ്ഞു. ഇലക്ട്രിസിറ്റി ബോർഡ് വന്നിട്ട് ഒരു എർത്തൊക്കെ പരിശോധിച്ചു, അവിടെ കുഴപ്പമൊന്നുമില്ല. വേറെ എന്തോ പ്രശ്നമാണ്, ഈ ഇപ്പോഴത്തെ ചൂടിൻ്റെ പ്രതിഭാസമാണെന്ന് അവർ പറഞ്ഞു. അങ്ങനെ കൈലാട് അവിടെ ഒരു വീട്ടിൽ എന്തായിട്ടുണ്ട്, ടൈൽസ് പൊട്ടിത്തെറിക്കൽ എന്നാണ് അവർ പറഞ്ഞത്. കൊല്ലങ്കോട് വൻ മദ്യവേട്ട. 124 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി ഒരു സ്ത്രീ അറസ്റ്റിൽ. കൊല്ലങ്കോട് മാഞ്ചിറ കണ്ടഞ്ചിറയിൽ ശശികലയെ കൊല്ലങ്കോട് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടറും സംഘവും പിടികൂടി. വീട്ടിൽ രഹസ്യ അറ ഉണ്ടാക്കി സൂക്ഷിച്ച നിലയിലായിരുന്നു മദ്യം കണ്ടെത്തിയത്. ഒരു മാസത്തോളമായി എക്സൈസിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു ഇവർ. റെയ്ഡിൽ എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് CB സിറിൽ, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് ചെന്താമര P, വെള്ളക്കുട്ടി K, പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡ് നടേഷ് കുമാർ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ അഭിലാഷ് K, നൌഫൽ, വിജേഷ് കുമാർ, രാധാകൃഷ്ണൻ, വുമൺ സിവിൽ എക്സൈസ് ഓഫീസർമാരായ സംഗീത KC, സീരത്ത് PY, അഞ്ജു C, ഷീജ V എന്നിവർ പങ്കെടുത്തു. തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ ദിനത്തിലെ അവധി മുൻകൂട്ടി കണ്ടാണ് വിൽപ്പനയ്ക്കായി ഇവർ മദ്യം ശേഖരിച്ചത്. ഇവർക്ക് മദ്യം എത്തിച്ചു നൽകാൻ വേറെ ആരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നും വ്യാജമദ്യമാണോ എന്നും പരിശോധിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. എക്സിറ്റ് പോളുകൾക്ക് വില കൽപ്പിക്കുന്നില്ലെന്നും 2016 താൻ പരാജയപ്പെടുമെന്ന് പ്രവചിച്ച എക്സിറ്റ് പോളുകളെ ജനം തള്ളിയ ചരിത്രമുണ്ടെന്നും UR പ്രദീപ് MLA. ചേലക്കരയിൽ മികച്ച വിജയം നേടുമെന്നും അഭിമാനകരമായ മുന്നേറ്റം നടത്താൻ ഇടതുപക്ഷത്തിന് കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രവചനങ്ങളിലല്ല തനിക്ക് വിശ്വാസമെന്നും അത് ജനങ്ങളിലാണെന്നും STVക്ക് നൽകിയ അഭിമുഖത്തിൽ UR പ്രദീപ് പറഞ്ഞു. എക്സിറ്റ് പോളുകൾക്ക് വിശ്വാസ്യതയില്ലെന്നും ഇടതുപക്ഷ സർക്കാർ ഇത്തരം പ്രവചനങ്ങളെ ഗൗരവമായി കാണുന്നില്ലെന്നും UR പ്രദീപ് പ്രതികരിച്ചു. 2016 താൻ പരാജയപ്പെടുമെന്ന് പ്രവചിച്ച എക്സിറ്റ് പോളുകളെല്ലാം ജനം തള്ളിയ ചരിത്രമുണ്ട്. 2021 ഭരണ തുടർച്ച ഉണ്ടാകില്ലെന്ന പ്രവചനങ്ങളെയും ജനവിധി അതിജീവിച്ചു. ഇത്തവണയും എക്സിറ്റ് പോളുകൾ തെറ്റുമെന്നും കേരളത്തിലും 3ാം LDF സർക്കാർ അധികാരത്തിൽ വരുമെന്നും അദ്ദേഹം പറഞ്ഞു. ചേലക്കരയിൽ മികച്ച വിജയം നേടുമെന്നും അഭിമാനകരമായ മുന്നേറ്റം ഇടതുപക്ഷം കാഴ്ചവെക്കുമെന്നും ചെറുതുരുത്തിയിൽ വെച്ച് STVയോട് വ്യക്തമാക്കി. ഇടതുപക്ഷം എക്സിറ്റ് പോളിനെ ഒരു ഗൗരവമായി എടുത്തിട്ടില്ല. കാരണം 2016 എക്സിറ്റ് പോൾ പറഞ്ഞതാണ് ചേലക്കരയിൽ UR പ്രദീപ് തോറ്റുകൊണ്ട്. തൃശ്ശൂർ ജില്ലയിൽ 13 മണ്ഡലങ്ങളിലും 12 ജയിക്കും, ചേലക്കര പോകും എന്ന് അന്ന് എക്സിറ്റ് പോൾ പറഞ്ഞതാണ്. അന്നത് വളരെ ഭയത്തോടു കൂടി നോക്കിക്കണ്ടപ്പോൾ ജനം വളരെ കൃത്യമായി കഴിഞ്ഞ കാലങ്ങളിലെ പ്രവർത്തനങ്ങളെല്ലാം മനസ്സിലാക്കി അതനുസരിച്ച് തുടർ ഭരണം അല്ലെങ്കിൽ തുടർച്ചയായി ഇടതുപക്ഷത്തിന് സഹായിച്ച ഒരു മണ്ഡലം കൂടിയാണ്. ശേഷം 2021 നാം കണ്ടതാണ്. 2021 എക്സിറ്റ് പോൾ പറഞ്ഞതാണ് കേരളത്തിൽ വീണ്ടും UDF അധികാരത്തിൽ വരാൻ പോകുന്നു എന്ന് അന്ന് പറഞ്ഞതാണ്. എന്നാൽ അതെല്ലാം ജനം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് യഥാർത്ഥ ഒരു തീരുമാനമെടുത്തത്. ഇക്കുറിയും അത് സംഭവിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. എക്സിറ്റ് പോൾ എല്ലാം അത് എങ്ങനെയാണ് അവർ കണക്കാക്കുന്നതെന്ന് നമുക്കറിയുന്നില്ല. പക്ഷെ ഇവിടെ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി വളരെ കൃത്യമായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം നല്ല ഉറപ്പോടുകൂടിയാണ് നിൽക്കുന്നത്. നല്ല ഭൂരിപക്ഷത്തോടു കൂടി തവണ വീണ്ടും 3ാം വട്ടം ഇടതുപക്ഷ സർക്കാർ വരും എന്ന കാര്യത്തിൽ സംശയമില്ല. 5-ാം തീയതി മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ പന്തലിൽ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നും പ്രവചനങ്ങളിലല്ല ജനങ്ങളിലാണ് തനിക്ക് വിശ്വാസമെന്നും പ്രദീപ് കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പാചകവാതക വില വർധനവിനെതിരെ ഗ്യാസ് സിലിണ്ടറിന് മുകളിൽ റീത്ത് വച്ച് സ്ട്രക്ചറുമായി സമരം ചെയ്ത് ഹോട്ടലുടമകൾ. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ പാലക്കാട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ഈ വേറിട്ട സമരം നടന്നത്. കേന്ദ്ര സർക്കാർ പാചകവാതക വില പെട്ടെന്ന് ഗണ്യമായി വർദ്ധിപ്പിച്ചത് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് മേഖലയെ പ്രതിസന്ധിയിലാക്കിയെന്ന് ആരോപിച്ചാണ് പാലക്കാട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. പാലക്കാട് 5 വിളക്കിന് മുന്നിൽ നിന്നും ഗ്യാസ് സിലിണ്ടറിന് മുകളിൽ റീത്ത് വെച്ച് സ്ട്രക്ചറുമായി പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലേക്കാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. നിരവധി സംഘടനാ ഭാരവാഹികൾ പ്രതിഷേധത്തിന്റെ ഭാഗമായി പരിപാടി സംഘടനാ സംസ്ഥാന സെക്രട്ടറി
NMR റസാക്ക് ഉദ്ഘാടനം ചെയ്തു. പാചകവാതക ക്ഷാമം രൂക്ഷമായതിനെ തുടർന്ന് അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തിയ ഹോട്ടൽ വ്യാപാരം ഒന്ന് കരകയറി വരുമ്പോഴാണ് ഇത്തരത്തിൽ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് മേഖലയോട് കേന്ദ്ര സർക്കാരിന്റെ തിരിച്ചടിയെന്ന് അദ്ദേഹം ഉദ്ഘാടന വേളയിൽ പറഞ്ഞു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷനാജ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി KM ഷാജി, അബ്ദുൾ ഹക്കീം, മുഹമ്മദ് കലീം എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കനത്ത ചൂടിനെ പ്രതിരോധിക്കാൻ ഖാദി വസ്ത്ര പ്രചരണവുമായി ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് വകുപ്പ് 1 മാസക്കാലം 30% റിബേറ്റ് അനുവദിച്ചിട്ടുണ്ടെന്നും ഖാദി ബോർഡ് അംഗം S. ശിവരാമൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കനത്ത ചൂടിനെ പ്രതിരോധിക്കാൻ ഖാദി വസ്ത്രങ്ങൾക്ക് കഴിയുന്നതുകൊണ്ടാണ് ഖാദി വസ്ത്ര പ്രചരണം നടത്തുന്നത്. ദുരന്ത നിവാരണ സേനയും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പുതിയ അഭിരുചികൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഫാഷൻ ടെക്നോളജികളുടെ സഹായത്തോടെ എല്ലാ പ്രായക്കാർക്കും എല്ലാ വിഭാഗക്കാർക്കും യോജിക്കുന്ന വസ്ത്രങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഖാദിയുടെ വിൽപ്പനശാലകളുടെയും ഓൺലൈനിലൂടെയും വസ്ത്രങ്ങൾ ലഭ്യമാണ്. ഖാദി വസ്ത്രങ്ങളിലെ സുഷിരവും രാസപദാർത്ഥങ്ങൾ അമിതമായി കലരാത്തതും ചർമ്മരോഗങ്ങൾ ഇല്ലാതാക്കുകയും ചൂടിനെ പ്രതിരോധിക്കുകയും ചെയ്യുമെന്ന് S. ശിവരാമൻ പറഞ്ഞു. ചൂടിനെ പ്രതിരോധിക്കാൻ പരുത്തി വസ്ത്രങ്ങൾ ധരിക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വച്ചിട്ടുണ്ട്. അത്തരമൊരു കാലാവസ്ഥയിൽ ഖാദി ബോർഡിൻ്റെ വസ്ത്രങ്ങൾ ഈ ചൂടിനെ പ്രതിരോധിക്കാൻ ഏറ്റവും പറ്റിയ വസ്ത്രമാണ് എന്ന് നമ്മുടെ നാടിനെ അറിയിക്കുക എന്നതാണ് ഈ പത്രസമ്മേളനത്തിൻ്റെ ഉദ്ദേശം. ഖാദിയുടെ വസ്ത്രങ്ങളാണ് ശുദ്ധമായ പരുത്തി വസ്ത്രങ്ങൾ. പൂർണ്ണമായും കൈകൊണ്ട് നെയ്തെടുത്തവയാണ് ഖാദി വസ്ത്രങ്ങൾ. നൂലുകൾക്കിടയിലൂടെ സൂക്ഷ്മമായ സുഷിരങ്ങൾ വായുസഞ്ചാരം സുഗമമാക്കുന്നു. ഇത് ശരീരത്തിലെ ചൂട് പുറത്തു പോകാനും തണുപ്പ് നിലനിർത്താനും സഹായിക്കുന്നു. സിന്തറ്റിക് തുണിത്തരങ്ങളെ അപേക്ഷിച്ച് ഖാദി വിയർപ്പിന് വേഗത്തിൽ ആഗീകരണം ചെയ്യുന്നു. പ്രോജക്ട് ഓഫീസർ ബിജുമോൻ K, വില്ലേജ് ഇൻഡസ്ട്രീസ് ഓഫീസർ P. സത്യനിർമ്മല, R. സോണിയ, ശിവദാസൻ K, ജയലക്ഷ്മി K എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. അമ്പലപ്പാറ CHCയിലെ ഡിജിറ്റൽ എക്സ്റേ യൂണിറ്റ് പ്രവർത്തനം നിലച്ചു. ഗ്രാമപഞ്ചായത്ത് 22-ാം വാർഡ് മെമ്പർ മുസ്തഫ തിരുണ്ടിക്കൽ DMOവിന് പരാതി നൽകിയിട്ടുണ്ട്. ഒറ്റപ്പാലം MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 14,84,000 രൂപ വകയിരുത്തിയാണ് ഡിജിറ്റൽ എക്സ്റേ യൂണിറ്റ് സ്ഥാപിച്ചത്. 25/2/2025 ഉദ്ഘാടനം ചെയ്തതാണെന്നും എക്സ്റേ യൂണിറ്റിൻ്റെ നിർമ്മാണ പ്രവൃത്തി നടത്തിയിരുന്ന എജലൻസ് കമ്പനി സോഫ്റ്റ്വെയർ ഉൾപ്പെടെ ഡൗൺ ചെയ്തതായും ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തി എക്സ്റേ യൂണിറ്റിൻ്റെ പ്രവർത്തനം സജ്ജമാക്കണമെന്നും പരാതിയിൽ വാർഡ് മെമ്പർ മുസ്തഫ ആവശ്യപ്പെട്ടു. അമ്പലപ്പാറ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെ ഡിജിറ്റൽ എക്സ്റേ യൂണിറ്റിൻ്റെ പ്രവർത്തനം നിലച്ചിരിക്കുകയാണ്. 2025 ഫെബ്രുവരി 28-ന് MLA പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്ത ഈ പദ്ധതി ആസ്തി വികസന ഫണ്ടിൽ നിന്നും 14,84,000 രൂപ ചെലവഴിച്ചതായാണ് ബോർഡിൽ സൂചിപ്പിക്കുന്നത്. നാളിതുവരെ ഇതിൻ്റെ ഫണ്ട് വിതരണ കമ്പനിക്ക് നൽകാത്തതിൻ്റെ പേരിൽ ഡിജിറ്റൽ എക്സ്റേ യൂണിറ്റിൻ്റെ പ്രവർത്തനം നിലച്ചിരിക്കുകയാണ്. അടിയന്തര പ്രാധാന്യത്തോടെ ഡിജിറ്റൽ എക്സ്റേ യൂണിറ്റിൻ്റെ പ്രവർത്തനം പുനരാരംഭിക്കണമെന്നും ഇതിൻ്റെ പ്രവർത്തനം റദ്ദ് ചെയ്ത കമ്പനിക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നുമാണ് ആവശ്യപ്പെടാനുള്ളത്. കേരളത്തിലെ പഞ്ചപ്രകാരങ്ങളോടുകൂടിയ ആദ്യ ഗായത്രി ക്ഷേത്ര സമുച്ചയം ഭാരതപ്പുഴയോരത്ത് ഒരുങ്ങുന്നു. ഷൊർണൂർ ത്രാങ്ങാലിയിലെ ഭഗവതിക്കുന്നിൽ ഗായത്രി ഗുരുകുലം സ്ഥാപിക്കുന്ന ഗായത്രി ശക്തിപീഠത്തിൻ്റെ നിർമ്മാണത്തിനാണ് ഷഡാധാര പ്രതിഷ്ഠയുടെ തുടക്കമായത്. പ്രതിഷ്ഠാ ദിനത്തിൽ കാലത്ത് ഗണപതി ഹോമം, മഹാമൃത്യുഞ്ജയ ഹോമം എന്നിവ നടന്നു. ഗുരുകുലത്തിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഏകാദശ രുദ്രജപവും ഉണ്ടായി. ക്ഷേത്രം തന്ത്രി ഏലമ്പാടി നാരായണൻ നമ്പൂതിരി പ്രതിഷ്ഠാ കർമ്മങ്ങൾക്ക് നേതൃത്വം വഹിച്ചു. ചടങ്ങിൽ ജൂണ അഖാഡ മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി അനുഗ്രഹ പ്രഭാഷണം നടത്തി. ലോകത്ത് ആദ്യമായാണ് ഷഡാധാര പ്രതിഷ്ഠയോടുകൂടിയ ഗായത്രി ക്ഷേത്രം നിർമ്മിക്കുന്നത്. പ്രണവത്തെ മൂലമായി കണ്ടുകൊണ്ട് അതിൻ്റെ ആദ്യത്തെ വിസ്താരമാണ് ഗായത്രി. അതിൽ നിന്നാണ് നമ്മുടെ ധർമ്മത്തിൻ്റെ മൂലമായ വേദം ആവിർഭവിച്ചത്. നമ്മെ രക്ഷിക്കുന്ന മഹാമന്ത്രമാണ് ഗായത്രി. അതിനു പുറമെ എല്ലാത്തിനുമുള്ള പ്രായശ്ചിത്വവുമാണ് ഗായത്രി. ഗായത്രി മാതാവ് പ്രത്യക്ഷ തീർത്ഥമായി ഒഴുകുന്ന ഭാരതപ്പുഴയുടെ തീരത്ത് തന്നെയാണ് ഗായത്രി ക്ഷേത്രം ഉയർന്നു വരുന്നത് എന്നത് പ്രകൃതിയുടെ നിയോഗം തന്നെയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അതിൻ്റെ പൂർണ്ണഭാവത്തിലുള്ള പഞ്ചമുഖ ഗായത്രിയുടെ ആദ്യത്തെ ഷഡാധാര പ്രതിഷ്ഠ ഈ മഹാസംസ്കൃതിയുടെ മണ്ണിൽ
ഇവിടെ നടന്നിരിക്കുകയാണ്. പ്രണവത്തെ മൂലമായി കണ്ടുകൊണ്ട് അതിൻ്റെ ആദ്യത്തെ വിസ്താരമാണ് ഗായത്രി എന്ന മഹാമന്ത്രം. അതിൽ നിന്നാണ് നമ്മുടെ ധർമ്മത്തിൻ്റെ പ്രമാണമായിട്ടുള്ള ശ്രുതി വേദം വിസ്തരിക്കുന്നത്. ചൊല്ലുന്നത് കൊണ്ട് തന്നെ നമ്മെ രക്ഷിക്കുന്ന മഹാമന്ത്രമാണ് ഗായത്രി. നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഏകുന്നതോടൊപ്പം തന്നെ ഗായത്രി എന്ന മഹാമന്ത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ എല്ലാ പാപങ്ങൾക്കുമുള്ള പ്രായശ്ചിത്തം കൂടിയായി ഗായത്രിയുടെ ഉപാസന മാറുന്നു എന്നുള്ളതാണ്. രണ്ട് തലത്തിലും എല്ലാ പ്രായശ്ചിത്തവും ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ആശ്രയിക്കുന്നത് ഗായത്രി എന്ന മഹാമന്ത്രത്തെയാണ്. ഗുരുകുലം ആചാര്യൻ അരുൺ പ്രഭാകർ, വേദമൂർത്തി ശശാങ്ക ഡി, ഹേരംഭട്ട് എന്നിവരുടെ അഥർവവേദ പാരായണവും നടന്നു. തൃശൂർ തെക്കേമഠം മാനേജർ വടക്കുംപട്ട് നാരായണൻ, നിർമ്മൽ ജ്യോതി പബ്ലിക് സ്കൂൾ ചെയർമാൻ ഡോക്ടർ ഗോപാൽജി, ഡോക്ടർ ധർമ്മപാലൻ, BNI ഡൽഹി ചാപ്റ്റർ ചീഫ് കോർഡിനേറ്റർ സുനിൽ ജി, സ്വാമി വിദ്യാനന്ദഗിരി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. അത്യുഷ്ണ തരംഗം, മഴക്കാലപൂർവ്വ ശുചീകരണം, സ്വച്ഛ് സർവേഷൻ എന്നിവയുമായി ബന്ധപ്പെട്ട് ഷൊർണൂർ നഗരസഭയിൽ ജനപ്രതിനിധികളുടെയും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നു. അത്യുഷ്ണവുമായി ബന്ധപ്പെട്ട് മുൻകരുതലുകൾ, കുടിവെള്ള പ്രശ്നം എന്നിവ പ്രധാനമായും യോഗത്തിൽ ചർച്ച ചെയ്തു. നഗരസഭ ചെയ്യേണ്ട കാര്യങ്ങളിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും ആവശ്യമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. നഗരസഭാ ചെയർപേഴ്സൺ P. നിർമ്മലയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. അത്യുഷ്ണ തരംഗം, മഴക്കാലപൂർവ്വ ശുചീകരണം, സ്വച്ഛ് സർവേഷൻ എന്നീ 3 അജണ്ടകൾ മുൻനിർത്തിയാണ് ജനപ്രതിനിധികളുടെയും ആവശ്യമായ വകുപ്പ് മേധാവികളുടെയും സ്കൂൾ HMമാരുടെയും യോഗം ചേർന്നത്. അത്യുഷ്ണവുമായി ബന്ധപ്പെട്ട മുൻകരുതലുകൾ, കുടിവെള്ള പ്രശ്നം, മഴക്കാലപൂർവ്വ ശുചീകരണം എന്നിവയാണ് പ്രധാനമായും ചർച്ചയ്ക്ക് വന്നത്. ചൂടേറ്റ് ക്ഷീണിച്ചവർ ഷൊർണൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയ്ക്ക് എത്തുന്നുണ്ടെന്നും ആവശ്യമായ മുൻകരുതലുകൾ എടുക്കണമെന്നും ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ശ്രീഹരി പറഞ്ഞു. മഴക്കാല ശുചീകരണവുമായി ബന്ധപ്പെട്ട് മുൻകരുതലുകൾ എടുക്കണം. ആരോഗ്യ പ്രവർത്തകർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണം. മഴക്കാലത്തെ എലിപ്പനി വരാൻ സാധ്യതയുണ്ട്. വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ശ്രീഹരി ആവശ്യപ്പെട്ടു. പാമ്പ് വരാതിരിക്കാൻ വീടും പരിസരവും വൃത്തിയാക്കുക. കടിയേറ്റാൽ തന്നെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ തേടണമെന്നും ഡോക്ടർ നിർദ്ദേശിച്ചു. എലിപ്പനി പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ആവശ്യമായ മുൻകരുതലുകൾ എടുക്കണമെന്നും ഡോക്ടർ ഹൃത്തിക്കും ആവശ്യപ്പെട്ടു. പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകുന്നുണ്ടെന്നും ഇക്കാര്യം വാട്ടർ അതോറിറ്റി അധികൃതർ ശ്രദ്ധിക്കണമെന്നും കൗൺസിലർമാരായ മുഹമ്മദ് ആഷിഖും ബഷീറും ആവശ്യപ്പെട്ടു. മുൻപ് ഇല്ലാത്ത വിധം കുടിവെള്ളം വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് വാട്ടർ അതോറിറ്റി AE യോഗത്തെ അറിയിച്ചു. ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് വെള്ളം പമ്പ് ചെയ്യുന്നത്. തടയണയുടെ ഷൊർണൂർ ഭാഗത്തേക്ക് ചാൽ കീറി കൂടുതൽ വെള്ളം എത്തിക്കാനുള്ള നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്ന് AE അറിയിച്ചു. സ്കൂളിനോട് ചേർന്നും വീടുകളിലും മറ്റും അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചുമാറ്റാനുള്ള നടപടികൾ ഉണ്ടാകണമെന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനും കൗൺസിലർ EP നന്ദകുമാറും ആവശ്യപ്പെട്ടു. തെരുവുനായ ശല്യം പരിഹരിക്കാനുള്ള നടപടി ഉണ്ടാകണമെന്ന് KVR സ്കൂൾ HMും ആവശ്യപ്പെട്ടു. മഴക്കാലത്തിന് മുൻപ് നഗരത്തിലെ ഓടകൾ വൃത്തിയാക്കണം. വെള്ളക്കെട്ട് ഒഴിവാക്കണമെന്നും കൊതുക് ശല്യം തടയാൻ ക്ലോറിംഗ് വിതരണം ചെയ്യണമെന്നും ജനമൈത്രി ബീറ്റ് ഓഫീസർ ബിനു രാമചന്ദ്രൻ ആവശ്യപ്പെട്ടു. സ്വച്ഛ് സർവേഷൻ പരിശോധനയ്ക്കായി ടീം എത്തുന്നുണ്ടെന്നും ആവശ്യമായ സഹകരണം ഉണ്ടാകണമെന്നും HI ആവശ്യപ്പെട്ടു. വാർഡുകൾ കേന്ദ്രീകരിച്ച് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് CDS ചെയർപേഴ്സൺ ജിഷയും യോഗത്തെ അറിയിച്ചു. തടയണയിലെ ഷട്ടർ ഉയർത്തി മാറ്റുന്നതുമായി ബന്ധപ്പെട്ട പരാതി ലഭിച്ചിട്ടുണ്ടെന്നും നൈറ്റ് പെട്രോളിംഗ് നടത്താൻ പോലീസിനോട് ആവശ്യപ്പെടുന്നതിന് യോഗം തീരുമാനിച്ചു. യോഗത്തിൽ ഉയർന്നു വന്നതുമായി ബന്ധപ്പെട്ട നഗരസഭ ചെയ്യേണ്ട കാര്യങ്ങൾ ഉടൻ ചെയ്യുമെന്നും ആവശ്യമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും ചെയർപേഴ്സൺ P. നിർമ്മല STVയോട് പറഞ്ഞു. ഇപ്പോൾ നിലവിലുള്ള ഉഷ്ണതരംഗത്തെ നേരിടുന്നതിന് നമുക്കെന്തെല്ലാം നഗരസഭയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ നഗരസഭയുമായി യോജിച്ച് പ്രവർത്തിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഭാഗത്തു നിന്നും ചെയ്യാൻ കഴിയുമെന്നറിയുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ മഴക്കാലപൂർവ്വ ശുചീകരണത്തിൻ്റെ ഭാഗമായി വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട്. ആയതിനുള്ള നിർദ്ദേശങ്ങൾ അവർക്ക് നൽകുന്നതിന് വിവിധ PWD, അതുപോലെ വാട്ടർ അതോറിറ്റി, KSEB,
അതുപോലെ തന്നെ ഫോറസ്റ്റ്, ഫയർഫോഴ്സ് അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും ആശ, അംഗൻവാടി, കുടുംബശ്രീ പ്രവർത്തകർ ഇവരെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും. മഴക്കാലത്തിന് മുന്നോടിയായി എല്ലാവിധ നമ്മുടെ പരിസരം വൃത്തിയാക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാതിരിക്കുന്നതിനും വേണ്ട നടപടി കൈക്കൊള്ളുക എന്നുള്ളതാണ് നമ്മളുടെ ഈ ഒരു മീറ്റിങ്ങിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ. അതുപോലെ തന്നെ ആരോഗ്യ വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നും പെട്ടെന്ന് ഉണ്ടാകുന്ന ഈ ഉഷ്ണതരംഗത്തിൻ്റെ ഭാഗമായി പൊള്ളലേൽക്കുന്നവർക്കും അതുപോലെ തന്നെ പാമ്പുകടിയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നതിന് അവരുടെ ഭാഗത്തു നിന്ന നിർദ്ദേശങ്ങൾ എന്തെല്ലാം ലഭിക്കും, എന്തെല്ലാം സഹായങ്ങളാണ് നമുക്ക് ചെയ്യാൻ കഴിയുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിയുന്നതിന് വേണ്ടിയാണ് നമ്മളിന്നിവിടെ യോഗം ചേർന്നിട്ടുള്ളത്. ന്യൂസ് സെന്റർ ഷൊർണൂർ. വായനശാലകൾ പുസ്തകങ്ങൾക്ക് വിശ്രമമാക്കാനുള്ള കേന്ദ്രമാകരുതെന്ന് മുൻ MP NN കൃഷ്ണദാസ് അഭിപ്രായപ്പെട്ടു. മണ്ണൂർ നഗരിപ്പുറത്തെ സാംസ്കാരിക പ്രവർത്തകനും ജനപ്രതിനിധിയുമായിരുന്ന NB കൃഷ്ണനുണ്ണിയുടെ നാമത്തിൽ ആരംഭിച്ച ജനകീയ വായനശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിസ്മയമാണ് ഉണ്ടാക്കുക. എല്ലാതരം കാഴ്ചകളും വിസ്മയമുണ്ടാക്കും. എന്നാൽ വായന വിചാരമാണ് ഉണ്ടാക്കുന്നത്. കാഴ്ചകൾ വിസ്മയമുണ്ടാക്കുമ്പോൾ വായനകൾ വിചാരമുണ്ടാക്കുന്നു മനുഷ്യരിൽ. ഈ വിചാരങ്ങളാണ് മനുഷ്യ ജീവിതത്തെ മുമ്പിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത് ഏത് കാലത്ത്. അതുകൊണ്ട് മനുഷ്യന്റെ ബോധത്തിൽ വിചാരങ്ങൾ ഉണ്ടാക്കുന്ന വായനയുടെ കേന്ദ്രങ്ങളാവുന്ന പുസ്തകങ്ങളുടെ വിശ്രമ കേന്ദ്രമല്ലാതെ, ഇവിടെ അത് പറഞ്ഞത് നന്നായി, ഞാനത് പറയാൻ ഉദ്ദേശിച്ചതായിരുന്നു. വായനശാലകൾ പുസ്തകങ്ങളുടെ വിശ്രമ കേന്ദ്രങ്ങളല്ല, അത് ഒരു സദാ മനുഷ്യരെ ഉത്തേജിപ്പിക്കുന്ന ഉത്തേജന കേന്ദ്രമാവണം എന്നുള്ളത്. അതിവിടെ സ്വാഗതത്തിൽ പറഞ്ഞു, പുസ്തകങ്ങളുടെ വിശ്രമ കേന്ദ്രമല്ല എന്നുള്ളത്. അങ്ങനത്തെ ഒരു കേന്ദ്രമായി ഈ വായനശാല ആരംഭം കുറിക്കട്ടെ. കാണുമ്പോൾ ഇപ്പോൾ ഇത് വളരെ ചെറുതാണെന്ന് തോന്നും. പക്ഷേ ഇങ്ങനെയുള്ള ചെറിയ വായനാ കേന്ദ്രങ്ങളിൽ നിന്നാണ് വലിയ വിസ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. സി വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. വായനശാലയ്ക്കുള്ള പുസ്തകങ്ങൾ അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA-യിൽ നിന്ന് വായനശാല ഭാരവാഹികൾ ഏറ്റുവാങ്ങി. നെടുങ്കോട്ടുപറമ്പിലെ പുതിയതും പഴയതുമായ പൂതൻതിറ കലാകാരന്മാരെയും ചിത്രകലാകാരൻ ഡാവിഷ് മാഷ്, പാട്ടുകാരി സൗമ്യ എന്നിവരെയും അഡ്വക്കേറ്റ് ശാന്തകുമാരി MLA പുസ്തകങ്ങൾ നൽകി ആദരിച്ചു. ഗ്രന്ഥശാല ജില്ലാ കൗൺസിൽ അംഗം പ്രൊഫസർ NS ബ്രിജേഷ് നന്ദിനി അനിൽകുമാറിന് ആദ്യ അംഗത്വം നൽകി നിർവഹിച്ചു. സംഗീതജ്ഞൻ മണ്ണൂർ രാജകുമാരനുണ്ണി, പഞ്ചായത്ത് പ്രസിഡന്റ് TR ശശി, ഡോക്ടർ സദനം ഹരികുമാർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീദേവി, കേരള ബാങ്ക് ഡയറക്ടർ OV സ്വാമിനാഥൻ, വായനശാല സെക്രട്ടറി MV അർജുൻ, വായനശാല പ്രസിഡന്റ് K സനൽകുമാർ, AV ശശി, സന്തോഷ്, രതീഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കടൽ തീരത്ത് എന്ന നാടകവും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. തൃശൂർ കേരള പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ 32A ബാച്ചിലെ 60 സബ് ഇൻസ്പെക്ടർമാർ പരിശീലനാർത്ഥികളുടെ പാസിംഗ് ഔട്ട് പരേഡ് കേരള പോലീസ് അക്കാദമി മുഖ്യ പരേഡ് ഗ്രൗണ്ടിൽ നടന്നു. സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസാദ് ചന്ദ്രശേഖർ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. കേഡറ്റുകളുടെ അഭിവാദ്യവും സ്വീകരിച്ചു. Any society can be found in how it treats its most vulnerable members. As police officers, you will often deal with vulnerable, the distressed women seeking help, the frightened child, the elderly victim of a fraud, or the accident victim on the roadside, the poor citizens searching for justice. How we respond to them will define not only your character, but also the credibility of our institution that you are going to represent. We live in an age where policing has become more challenging and more dynamic than ever before. Earlier, crime was often visible and local. Today, crime can be digital, invisible, organized, and transnational. Cyber fraudsters can cheat from any other continent. Narcotic networks can target our youth silently. Financial crimes can ruin families. Fake news can create panic in minutes. Crime against women and children demand urgency and, above all, sensitivity. Climate-related emergencies require quick mobilization. Road safety. അക്കാദമി ഡയറക്ടർ സേതുരാമനും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും സന്നിധരായിരുന്നു. 60 പരിശീലനാർത്ഥികളിൽ 47 പുരുഷന്മാരും 13 വനിതകളുമാണുള്ളത്. ഇവരിൽ 12 പേർ ബിരുദാനന്തര ബിരുദമുള്ളവരും 25 ബിരുദമുള്ളവരും
ഒരു MBA, 2 M.Tech, 20 B.Tech ബിരുദവും നേടിയവരും ഉൾപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വിദ്യാർത്ഥികളിൽ വായനാശീലം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ വേറിട്ട പദ്ധതിയുമായി പനയൂർ TM UP സ്കൂൾ. സ്കൂളിൻ്റെ വായനാ ക്ലബിൻ്റെ നേതൃത്വത്തിൽ പുസ്തക വണ്ടി പര്യടനവും ആരംഭിച്ചു. സ്കൂളിൽ നിന്ന് പ്രധാനാധ്യാപിക K. ലീന ഫ്ലാഗ് ഓഫ് ചെയ്തു. വാണിയംകുളം പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ NM അബ്ദുൾ സലാം ഉദ്ഘാടനം ചെയ്തു. ശോഭ, P. അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രദേശങ്ങളിലെ 22 കേന്ദ്രങ്ങളിലെത്തിയാണ് കുട്ടികൾക്ക് പുസ്തകങ്ങൾ വിതരണം ചെയ്യുന്നത്. ഏത് പുസ്തകങ്ങൾ വേണമെങ്കിലും വിദ്യാർത്ഥികൾക്ക് തിരഞ്ഞെടുത്ത് വായിക്കാം. ആ പ്രദേശത്ത് വിതരണം ചെയ്ത പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ പരസ്പരം കൈമാറാനുള്ള സൗകര്യവുമുണ്ട്. സ്കൂൾ ലൈബ്രറിയിലെ 2000-ലധികം പുസ്തകങ്ങളാണ് വിദ്യാർത്ഥികൾക്ക് വായിക്കാൻ നൽകുന്നത്. അതുകൊണ്ട് തന്നെ പുസ്തകങ്ങൾ കേടുവരാതെ വായിച്ച് സ്കൂളിലേക്ക് എത്തിക്കുകയും വേണം. 23-ന് പുസ്തകങ്ങൾ അതത് പ്രദേശങ്ങളിൽ എത്തി വിദ്യാർത്ഥികളിൽ നിന്ന് തിരിച്ചു വാങ്ങുകയും ചെയ്യും. കഥകളും കവിതകളും കണക്കിലെ കുസൃതികളും സാഹിത്യവും ചരിത്രവും അടങ്ങുന്ന പുസ്തകങ്ങൾ കുട്ടികളിലെ അവധി ദിവസങ്ങളിലും വായനാശീലം വളർത്തുക എന്നതാണ് അധ്യാപകർ ലക്ഷ്യമിടുന്നത്. പ്രധാന അധ്യാപിക K. ലീന, ബേബി ഗിരിജ, K. രജനി തുടങ്ങിയ അധ്യാപകരാണ് പുസ്തക വണ്ടിക്ക് നേതൃത്വം നൽകുന്നത്. വേറിട്ട പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനവുമായി സ്കൂൾ PTA-യും മാനേജ്മെൻറ്റും ഒപ്പമുണ്ട്. നമ്മുടെ പനയൂർ സ്കൂളിൻ്റെ റീഡിംഗ് ഏരിയയിൽ 22 കേന്ദ്രങ്ങളിലേക്കാണ് ഈ പുസ്തക വണ്ടി എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പുസ്തകങ്ങൾ എടുക്കാം, വായിക്കാം. അത് ഈ മെയ് അവസാനത്തോടു കൂടി ഞങ്ങൾ ഇതേപോലെ ഇത് കളക്ട് ചെയ്യാൻ വരും. അന്ന് ഇത് നിങ്ങൾ തിരിച്ചു തരണം. അതിനുള്ളിൽ നിങ്ങൾക്ക് പരസ്പരം പുസ്തകങ്ങൾ മാറ്റി വായിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. വായനയുടെ ലോകത്തേക്ക് നിങ്ങളെ നയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പുസ്തക വണ്ടി നമ്മൾ ഈ വെക്കേഷനിൽ ഈ നിങ്ങളുടെ വീടുകളിലേക്ക് എത്തിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ജനങ്ങളുടെ നീണ്ടകാലത്തെ സ്വപ്നം യാഥാർത്ഥ്യമായതിൻ്റെ സന്തോഷത്തിലാണ് ചെറുതുരുത്തി നിവാസികൾ. ചെറുതുരുത്തി കേന്ദ്രീകരിച്ച് പ്രവർത്തനം ആരംഭിച്ച സ്പേസ് ചാരിറ്റബിൾ ട്രസ്റ്റ് സൗജന്യമായി രോഗികൾക്ക് സ്വാതന്ത്ര്യമാകും. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിൻ്റെയും സമീപ പ്രദേശങ്ങളിലെയും പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് സഹായവും പിന്തുണയും നൽകുക, സാമൂഹിക, സാംസ്കാരിക, കലാ, വിദ്യാഭ്യാസ രംഗങ്ങളിൽ സജീവമാകുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ ചെറുതുരുത്തി കേന്ദ്രീകരിച്ച് സ്പേസ് ചാരിറ്റബിൾ ട്രസ്റ്റ് സൗജന്യ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് ചെറുതുരുത്തി ഹാപ്പിനെസ് പാർക്കിൽ വെച്ച് UR പ്രദീപ് MLA ഉദ്ഘാടനം ചെയ്തു. കുടുംബത്തിന് അന്നം പോലായി അതിനകത്ത് ഇടപെടുമ്പോഴാണ് ആ കുടുംബത്തിന്റെ ദൈവമായി മാറുന്നത്. തീർച്ചയായിട്ടും ആ അർത്ഥത്തിൽ നമുക്ക് ഇടപെടാൻ കഴിയണം. എന്നാൽ ഇതുപോലെ ഇടപെടാൻ പോകുമ്പോൾ നാം മുൻകൂട്ടി മനസ്സിലാക്കി പോകേണ്ടത് നമ്മുടെ കേരളത്തിൽ ധാരാളം ഇത്തരം ഡ്രസ്സുകളുണ്ട്. നല്ല ഡ്രസ്സുകളുണ്ട്, എന്നാൽ പണം സമ്പാദിക്കുന്ന ചില ഡ്രസ്സുകളുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നിയമസഭയ്ക്കകത്ത് ഒരു ചോദ്യം വെച്ചപ്പോ 2000 ചില്ലാനം ഡ്രസ്സുകളാണ് ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അല്ലാത്തതും ധാരാളമുണ്ട്. സജീവമായി പ്രവർത്തിക്കുന്നവരുണ്ട്. എന്നാൽ അതിനകത്ത് പലരും പിടിക്കപ്പെട്ടവരുമുണ്ട്, പരാതിയുമായി ബന്ധപ്പെട്ട്. നമ്മുടെ ചേലക്കര മണ്ഡലത്തിൽ തന്നെ ധാരാളം ട്രസ്റ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ ചില ട്രസ്റ്റുകൾ MLA ഓഫീസിൽ പരാതിയായി വന്നിട്ടുണ്ടായിരുന്നു. ചില ആളുകൾ കൊല്ലൂരിന്നും മണ്ണുത്തിയിൽ നിന്നുമെല്ലാം പരാതി പോസ്റ്റലായി അയക്കാനും ഇങ്ങനെ അയച്ച് ഞങ്ങളുടെ രക്ഷിതാക്കൾ ഞങ്ങളുടെ മണ്ഡലത്തിലുണ്ട്, ഇന്ന സ്ഥാപനത്തിലുണ്ട്, ഞങ്ങളുടെ രക്ഷിതാക്കളെ അവർ പരിചരിക്കുന്ന രീതി കണ്ടാൽ ഞങ്ങൾക്ക് സങ്കടം വരും, കൊണ്ടുവന്ന് വീട്ടിൽ താമസിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്, അതുകൊണ്ട് അവിടെ ഒന്ന് ഇടപെടണം എന്ന് പറഞ്ഞവരുണ്ട്. ചെന്ന് പോയി കാണുമ്പോൾ, പറയാതെ പോയി ചെന്ന് അവിടെ കാണുമ്പോഴാണ് യഥാർത്ഥത്തിൽ അതിന്റെ ചിത്രം മനസ്സിലാവുന്നത്. ചെയർമാൻ PM അബ്ദുൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. കേരള വഖഫ് ബോർഡ് ചെയർമാൻ KS ഹംസ മുഖ്യാതിഥിയായി പങ്കെടുത്തു. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത ഹരി, രക്ഷാധികാരി KK മുരളീധരൻ, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP അനിൽ, ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിലെ CI രാജേന്ദ്രൻ നായർ, വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ, ട്രഷറർ PV സുഭാഷ്, മറ്റു ഭാരവാഹികളായ P വേണുഗോപാലൻ, TV ദേവദാസ് തുടങ്ങിയവർ സംസാരിച്ചു. വൈസ് ചെയർമാൻ ഉണ്ണികൃഷ്ണൻ സ്വാഗതവും ജനറൽ സെക്രട്ടറി AR ബാബു നന്ദിയും പറഞ്ഞു. നൂറുകണക്കിന് ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂർ നഗരസഭയിലെ മഞ്ഞക്കാട് 67-ാം നമ്പർ അംഗനവാടിയിൽ നിന്നും 30 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന ഹെൽപ്പർ സുശീലയ്ക്ക് യാത്രയയപ്പ് നൽകി. ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സൺ P നിർമ്മല ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സുശീല ചേച്ചി എന്ന് പറഞ്ഞാൽ 30 വർഷമായി ഹെൽപ്പറായി ജോലി ചെയ്ത് വരുന്ന ഒരാളാണ്. നമ്മുടെ മഞ്ഞക്കാട് പ്രദേശത്തുള്ള ബാലഭദ്രയുടെ സമീപമുള്ള അംഗൻവാടി ഇത്രയൊന്നും സൗകര്യങ്ങളില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്കറിയാം, കരണ്ടോ വെളിച്ചമോ ഒന്നുമില്ല, വെള്ളമോ ഒന്നും ഇല്ലാത്തൊരു
മഞ്ഞക്കാട് ശ്രീ ബാലഭദ്രദേവി ക്ഷേത്ര ഊട്ടുപുര ഹാളിൽ വെള്ളിയാഴ്ച വൈകുന്നേരം മാതൃസമിതി അംഗങ്ങളും പ്രദേശവാസികളും ചേർന്നാണ് സുശീലയ്ക്ക് യാത്രയയപ്പ് നൽകിയത്. മാതൃസമിതി സെക്രട്ടറി രാജി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വാർഡ് കൌൺസിലർ ഷീജ അധ്യക്ഷത വഹിച്ചു. അംഗൻവാടി ടീച്ചർ ഗീതാ ബാബുരാജ് മുഖ്യപ്രഭാഷണം നടത്തി. മാതൃസമിതി പ്രസിഡന്റ് തോട്ടിങ്ങൽ സൗമിനി, കളരിക്കൽ പുഷ്പലത, ശ്രീജ പ്രകാശ് എന്നിവർ പങ്കെടുത്തു. മാതൃസമിതി അംഗങ്ങൾ, പ്രദേശവാസികൾ തുടങ്ങിയവർ സുശീലയ്ക്ക് സ്നേഹോപകാരങ്ങൾ സമ്മാനിച്ചു. തുടർന്ന് സുശീല മറുപടി പ്രസംഗവും നടത്തി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. അപൂർവ ക്ഷേത്രങ്ങളിൽ മാത്രം നടക്കുന്ന ചന്ദ്രപൊങ്കാലയ്ക്ക് മുള്ളൂർക്കര ഇരുന്നലങ്കോട് മഹാദേവക്ഷേത്രം വേദിയായി. നൂറുകണക്കിന് സ്ത്രീകളാണ് പൊങ്കാല സമർപ്പണത്തിനെത്തിയത്. ക്ഷേത്ര ശാന്തിക്കാരൻ രാജീവ് പൂജ ചെയ്ത ഭദ്രദീപം ക്ഷേത്രത്തിൽ നിന്നും ഭാരവാഹികളുടെയും മറ്റ് നേതൃത്വത്തിൽ പൊങ്കാല നടക്കുന്ന സ്ഥലത്ത് എത്തിക്കുകയും തുടർന്ന് മുള്ളൂർക്കര UP സ്കൂളിലെ പ്രധാനാധ്യാപിക ശ്രീജ ശങ്കർ ഭദ്രദീപം കൊളുത്തി പിന്നീട് ഭണ്ഡാര അടുപ്പിലേക്ക് തീ പകർന്നു. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് PS രാഘവൻ, സെക്രട്ടറി MV ദേവദാസൻ, ട്രഷറർ VK ശിവദാസ്, ക്ഷേത്രസമിതി അംഗങ്ങളും നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പെരിങ്ങോട്ടുകുറിശ്ശിയിൽ നിന്ന് ഹജ്ജ് തീർത്ഥാടനത്തിന് പോകുന്നവർക്കായി ജമാഅത്തെ ഇസ്ലാമി പിലാപ്പുള്ളി ഘടകത്തിൻ്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. യോഗം മൗണ്ട് സീന സ്റ്റുഡൻസ് കൗൺസിലർ AP നാസർ ഉദ്ഘാടനം ചെയ്തു. AK മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. ജമാഅത്തെ ഇസ്ലാമി പറളി ഏരിയ സമിതി അംഗം മുഹമ്മദ് അലി മാസ്റ്റർ ഹജ്ജ് സന്ദേശം നൽകി. മുഹമ്മദ് കല്ലിങ്കൽ, KM മക്കി, ഹജ്ജ് തീർത്ഥാടകരായ സയ്യിദ് മുഹമ്മദ്, ഷൗക്കത്ത് എന്നിവർ സംസാരിച്ചു. AP അഷറഫ് സമാപന പ്രസംഗം നടത്തി. അന്താരാഷ്ട്ര തൊഴിലാളി ദിനത്തിൽ ശാരീരിക ആവശ്യതകൾ നേരിടുന്ന ചുടുവലത്തൂർ 14-ാം വാർഡിൽ കൊടുക്കാട്ടുപറമ്പിൽ ചാമി എന്ന വ്യക്തിക്ക് ഷൊർണൂർ ജീവിത ട്രസ്റ്റിൻ്റെ കൈത്താങ്ങ്. ട്രസ്റ്റിൻ്റെ പേരിൽ കളിമൺ ശില്പങ്ങളും പാത്രങ്ങളും കച്ചവടം ചെയ്യുന്നതിനായി പെട്ടിക്കട കൈമാറി. നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P നിർമ്മല താക്കോൽ കൈമാറി ഉദ്ഘാടനം ചെയ്തു. ജീവിത ട്രസ്റ്റ് ചെയർപേഴ്സൺ KV സംയുക്ത സ്വാഗതം പറഞ്ഞു. സെക്രട്ടറി KK അനുപ്രഭാഷ് നന്ദിയും പറഞ്ഞു. സാമൂഹ്യ പ്രവർത്തകൻ ആൻഡ്രൂസ് ആശംസ നേർന്നു. കോട്ടായി അപ്പുണ്ണിയേട്ടൻ വായനശാലയുടെ 6ാമത് വാർഷികാഘോഷവും പുരസ്കാര വിതരണവും സംഘടിപ്പിച്ചു. കോട്ടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CN സുദേശന ഉദ്ഘാടനം ചെയ്തു. വായനശാല വൈസ് പ്രസിഡന്റ് റിൻസി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സെക്രട്ടറി അജേഷ് മാസ്റ്റർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സിനിമാ താരം കുമരേഷ് വടവന്നൂർ, ചാമേച്ചൻ എന്നിവർ മുഖ്യാതിഥികളായി. പ്രധാന പുരസ്കാരങ്ങളായ അപ്പുണ്ണിയേട്ടൻ സ്മാരക കലാ പുരസ്കാരം ചേരാമംഗലം ചാമുണ്ണിക്ക് നൽകി. അദ്ദേഹത്തിൻ്റെ ഞങ്ങൾ മിണ്ടും എന്ന പുതിയ പുസ്തകത്തിൻ്റെ കവർ പ്രകാശനം നടന്നു. മാത്തൂർ ഹരിദാസ് മാസ്റ്റർ ശ്രേഷ്ഠ വിദ്യാലയ പുരസ്കാരം നേടിയ ASBS പേരൂർ, AUPS ചപ്രംകുളം, GLPS കരടിയമ്പാറ എന്നീ സ്കൂളുകൾക്കും വേലായുധേട്ടൻ സ്മാരക കർമ്മശ്രേഷ്ഠ പുരസ്കാരം ഹാരിസ് കോലത്തൊടി, KK സുന്ദരൻ കിഴക്കേതിൽ എന്നിവർക്കും നൽകി. വിവിധ മേഖലകളിൽ മികച്ച സേവനം കാഴ്ചവെച്ച അധ്യാപക പരിശീലകരായ ഐശ്വര്യ ടീച്ചർ ഡാൻസ്, ധന്യ ടീച്ചർ ചിത്രരചന, അർച്ചന ടീച്ചർ ട്യൂഷൻ, പ്രീജ ടീച്ചർ ചെസ്, നിവ്യ ടീച്ചർ അബാക്കസ്, പ്രകാശ് മാടമ്പത്ത് സംഗീതം, അർച്ചന ലൈബ്രറിയൻ കുത്തന്നൂർ, V ചിത്ര ലൈബ്രറിയൻ കോട്ടായി, അജിത ലൈബ്രറിയൻ പെരിങ്ങോട്ടുകുറിശി, നാരായണൻകുട്ടി വായനശാല സെക്രട്ടറി കുത്തന്നൂർ, റീന കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ, ശ്രീരാജ് കല്ലോട്, PV ജിഷ്ണു എന്നിവർക്ക് പ്രത്യേക പുരസ്കാരങ്ങളിലും വിതരണം ചെയ്തു. കലാപരിപാടികൾ, ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ നാടകം, ചൂരൽ, പാലക്കാട് തമ്പുരു ക്രിയേഷൻസ് നയിച്ച സംഗീത സന്ധ്യ എന്നിവയും വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടന്നു. വിവിധ മത്സരങ്ങളിൽ വിജയികൾക്കുള്ള സമ്മാനദാനവും നടന്നു. പഞ്ചായത്ത് അംഗം കേശവൻ, ആലത്തൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി അശോക് കുമാർ മാസ്റ്റർ, പ്രസാദ് കുമാർ തണ്ണീരങ്കോട് എന്നിവർ സംസാരിച്ചു. വായനശാല ജോയിന്റ് സെക്രട്ടറി A അജിത സ്വാഗതവും സ്വാഗത സംഘം കൺവീനർ സുജി വിജയ് നന്ദിയും പറഞ്ഞു. വായനശാല എക്സിക്യൂട്ടീവ് അംഗങ്ങളായ റീനിഷ, അനിൽ, നീലിമ, ആതിര, സുജി തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ലക്കിടി അകലൂർ കാവ് കൂത്തുതാലപ്പലി വിവിധ പരിപാടികളോടുകൂടി ആഘോഷിച്ചു. അകലൂർ പേരൂർ ദേശങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു വേല അണിനിരന്നത്. ആഘോഷ പരിപാടികളിൽ നിരവധി പേർ പങ്കെടുത്തു.
വെള്ളിയാഴ്ച പുലർച്ചെ വിശേഷാൽ പൂജകളോടെ അകലൂർ ദേശപരിപാടികൾ തുടങ്ങി. തുടർന്ന് ഉഷപൂജ, നിറവറ സമർപ്പണം, പഞ്ചവാദ്യം എന്നിവ നടന്നു. 1 മണിക്ക് കുമ്മാട്ടി പുറപ്പെട്ടു. തുടർന്ന് പഞ്ചവാദ്യത്തിന് ശേഷം വൈകിട്ട് 5-ന് വിവിധ സ്പെഷ്യൽ വേലകളുമായി ചേർന്ന് കാവ് മൈതാനിയിൽ ഗജവീരന്മാർ അണിനിരന്നു. തുടർന്ന് പാണ്ടിമേളം, ഇരട്ടത്തായമ്പക. ശനിയാഴ്ച പുലർച്ചെ പാണ്ടിമേളത്തോടെ അകലൂർ ദേശവേല സമാപിച്ചു. വെള്ളിയാഴ്ച രാവിലെ മന്നത്ത് ഈടുവടിയോടെ പേരൂർ ദേശവേല ആരംഭിച്ചു. 11-ന് കുമ്മാട്ടി പുറപ്പെട്ടു. കേളി, പഞ്ചവാദ്യം എന്നിവയ്ക്ക് ശേഷം വൈകിട്ട് 3-ന് ദേശവേല പുറപ്പെട്ടു. തുടർന്ന് ദേശവേലകളുമായി യോജിച്ച് മൈതാനിയിൽ അണിനിരന്നു. രാത്രി പാണ്ടിമേളം, ഇരട്ടത്തായമ്പക എന്നിവയുണ്ടായി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഇനി മാറ്റൊലി. UDF അധികാരത്തിൽ വരികയാണെങ്കിൽ KC വേണുഗോപാൽ തന്നെയായിരിക്കും മുഖ്യമന്ത്രി എന്ന നിലപാടിലേക്ക് എത്തിയിരിക്കുന്നു എന്ന സൂചനകളാണ് വരുന്നത്. രമേശ് ചെന്നിത്തലയോ VD സതീശനെയോ മറികടന്ന് KC വേണുഗോപാൽ വരേണ്ട എന്ന സാഹചര്യമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. ഈ വിഷയത്തിൽ നിങ്ങൾ എന്ത് കരുതുന്നു? മാറ്റൊലിക്ക് ലഭിച്ച പ്രതികരണങ്ങൾ നോക്കാം. ഈ കേരളത്തിലെ ഒരു VD സതീശന് വേണ്ടി മാത്രം വല്ലാതെ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കൂടാതെ കർണാടകയിൽ നമുക്കറിയാം അവിടെ എങ്ങനെയാണ് ഭൂരിപക്ഷം കിട്ടിയത് എന്നുള്ളത്. പക്ഷേ അവിടെ ഭൂരിപക്ഷം കിട്ടാൻ ഏറ്റവും കൂടുതൽ പ്രയത്നിച്ച DK ശിവകുമാറിനെ പിന്തള്ളിയിട്ടാണ് സിദ്ധാരാമയ്യെ മുഖ്യമന്ത്രിയിലേക്ക് പരിഗണിച്ചത്. ഹൈക്കമാൻഡിന്റെ ഇടപെടലുകൊണ്ട് അവിടെ 2.5 വർഷം കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കാമെന്നും വാഗ്ദാനം ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും തന്നെ പാലിക്കപ്പെട്ടിട്ടില്ല. നേരെ മറിച്ച് ജനവികാരം ഉൾക്കൊള്ളണം, അതുപോലെ തന്നെ UDFിലെ മറ്റു അഭിപ്രായങ്ങൾ ആരായാം, അതൊന്നും തെറ്റില്ല. പക്ഷെ കോൺഗ്രസിലെ ഭൂരിഭാഗം അഭിപ്രായം, പാർട്ടി പ്രവർത്തകരുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ ആരാഞ്ഞുകൊണ്ട് വേണം കോൺഗ്രസ് ഇത്തരത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ കേരളത്തിൽ വനിതാ മുഖ്യമന്ത്രി എന്നുള്ളത് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന സൗഹൃദം ദേശീയ വേദി നേരത്തെ തന്നെ പ്രത്യേകമായി പറഞ്ഞതാണ്. പ്രത്യേകിച്ച് കോൺഗ്രസിനോട് വേണമെങ്കിൽ പ്രിയങ്ക ഗാന്ധിയെ തന്നെ മുൻനിർത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാം, അവരെ മുഖ്യമന്ത്രിയാക്കാം. ഇനി അല്ലെങ്കിൽ വനിതാ മുഖ്യമന്ത്രി എന്ന നിലയിൽ മറ്റൊരാളെ പരിഗണിക്കാം. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി തന്നെ കേരളത്തില് ഒരു നാഷണൽ കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ, UDFന് ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ ഒരു വനിതാ നേതാവായിരിക്കും, ഒരു വനിതയായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളത്. അത് വളരെ പ്രതീക്ഷയോടെയാണ് ആൾക്കാരെ കണ്ടത്. നേരത്തെ LDFില് കരുതിങ്ങും കേരള നാട്ടിൽ KR ഗൗരി ഭരിച്ചിടും എന്ന് പറഞ്ഞ് ഇലക്ഷൻ നേരിടുകയും അതിൽ LDFന് ഭൂരിപക്ഷം കിട്ടിയപ്പോൾ KR ഗൗരിയമ്മയെ പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല അവർക്ക് പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്തു പോകേണ്ട ദൗർഭാഗ്യകരമായ വിശേഷം ഉണ്ടായി. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ഇങ്ങനൊരു പ്രസ്താവന വന്നപ്പോൾ ഒരുപാട് ആൾക്കാർ അത് ആഗ്രഹിക്കുന്നുണ്ട്. മാത്രമല്ല ഈ മുഖ്യമന്ത്രി പദത്തിലേക്ക് മത്സരിക്കുന്ന ഈ 3 പേരെയും മാറ്റി നിർത്തുന്നതാണ് ശരിയായ രീതി. എന്നിട്ട് ഒരു വനിതയെ പരിഗണിക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു തീരുമാനമായിരിക്കും. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി അവർക്ക് ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞ സ്ഥിതിക്ക്, മാത്രം വനിതാ സംവരണത്തിന്റെ പ്രശ്നങ്ങളൊക്കെ വന്ന സാഹചര്യത്തിൽ അത്തരത്തിലൊരു നിലപാടുണ്ടാകണം എന്നതാണ് എന്നെ പോലുള്ള പൗരന്മാർ ആഗ്രഹിക്കുന്നത്. ജനങ്ങൾ തീരുമാനിച്ചൊരു കാര്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഈ തർക്കം നടക്കുന്നത്. 2 ദിവസം കൂടിയുള്ള വിഷയം. അതിനിടയ്ക്ക് ഇത്തരം ചർച്ചകൾ നടക്കും, സ്വാഭാവികമാണത്. പ്രത്യേകിച്ച് കോൺഗ്രസ് പോലൊരു പാർട്ടിയിൽ അവർക്ക് ജനാധിപത്യ സ്വാതന്ത്ര്യം കുറച്ച് കൂടുതലാണത്. അതിലെന്തായാലും ഉണ്ടാവും. അതിൽ അവരുടെ പാർട്ടിയിൽ തന്നെ എല്ലാ പാർട്ടിക്കകത്ത് ഈ വിഷയങ്ങളൊക്കെ ഉള്ളതൊക്കെ തന്നെയാണത്. ഒരു 140 മണ്ഡലങ്ങളിൽ UDFന് സ്ഥാനാർത്ഥികളെ നിർത്താൻ കഴിയുമെങ്കിൽ, കൂടുതൽ തർക്കങ്ങളില്ല നിർത്താൻ കഴിയുമെങ്കിൽ ഇത് പരിഹരിക്കാനും അവർക്ക് കഴിയും. അവർക്കൊരു ഹൈക്കമാൻഡ് എന്ന് പറയുന്നതൊക്കെ ഉണ്ടല്ലോ. ഹൈക്കമാൻഡിനും ഒറ്റയ്ക്ക് അങ്ങനെ പെട്ടെന്നൊരു തീരുമാനം എടുക്കാനൊന്നും കഴിയില്ല. കേരളത്തിലെ കോൺഗ്രസിൻ്റെ സാധ്യതകൾ മാത്രമല്ല, കേരളത്തിലെ പ്രബലരായ ഘടകകക്ഷികളുള്ളവർക്ക് മുസ്ലിം ലീഗിൻ്റെ അഭിപ്രായത്തിനൊക്കെ വലിയ വില കൊടുക്കേണ്ടി വരും. കാരണം കോൺഗ്രസ് എന്നൊരു പ്രസ്ഥാനം 5 കൊല്ലം നേരത്തെ തുടർച്ചയായിട്ട് 10 കൊല്ലം ഭരണം നഷ്ടപ്പെട്ടൊരു സംസ്ഥാനമാണ്. അപ്പോൾ അവിടെ ഉയർത്തെഴുന്നേൽപ്പ് വേണമെങ്കിൽ, തിരിച്ച് ഭരണത്തിൽ വരണമെങ്കിൽ, അധികാരത്തിൽ വരണമെങ്കിൽ എന്ത് വേണം എന്നുള്ളൊരു കണക്കുകൂട്ടലോട് നീങ്ങിയിട്ടുണ്ടെന്നാണ് ഈ സമീപകാല തെരഞ്ഞെടുപ്പുകളൊക്കെ നമ്മളെ കാണിക്കുന്നത്. ഒരു പക്ഷേ അതുകൊണ്ട് അങ്ങനെ ആയിരിക്കാം സാധ്യത. ഞാൻ കാണുന്ന സാധ്യത UDF വരികയാണെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് അതും പറയാൻ പറ്റുള്ളൂ. അവർക്കൊരു മേൽക്കോയ്മ ഉണ്ടെങ്കിൽ VD സതീശന് തന്നെ സാധ്യതയുള്ളൂ. അതിനപ്പുറം
അവരാരും ഇതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടില്ല. പറയുന്നതൊക്കെ മറ്റുള്ള ആൾക്കാരല്ലേ, പ്രത്യേകിച്ച് മാധ്യമങ്ങളല്ലേ. അതിൻ്റെയൊക്കെ കൃത്യമായ സോഴ്സ് എവിടുന്ന് നമുക്കറിയില്ലല്ലോ. ഞങ്ങൾ സൃഷ്ടിച്ചതാണെങ്കിലും മാധ്യമങ്ങൾക്കതൊരു ചാകരയാണ്. എന്ത് പറഞ്ഞാലും അത്തരം വാർത്തകൾ ഉണ്ടാക്കുക, അവരിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അതുകൂടി ഉണ്ടാക്കി കൊടുക്കുക, അത് ഏറ്റുപിടിക്കാൻ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും അതൊക്കെ സ്വാഭാവികമാണത്, അതൊക്കെ സംഭവിക്കും. പക്ഷേ അതിനകത്ത് വലിയൊരു തർക്കമൊന്നും അതിനകത്ത് വരാൻ സാധ്യതയില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഘടകകക്ഷികളുടെ തീരുമാനങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കേണ്ടി വരും, കൊടുക്കുകയും ചെയ്യും. അവർക്ക് അഭിപ്രായം ഉണ്ടാവുമല്ലോ. UDF അധികാരത്തിൽ വന്നാൽ കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടി, അതായത് MLA-മാരുടെ എണ്ണം കണക്കാക്കിക്കൊണ്ട് ആരെയാണ് അനുകൂലിക്കുന്നത്, MLA-മാർ കൂടിയുള്ള യോഗം ചേർന്നുകൊണ്ട് അതിൽ തിരഞ്ഞെടുക്കുന്ന ആളെ ഹൈക്കമാൻഡ് അംഗീകരിക്കുന്നതോടുകൂടിയാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത്. അതാണ് കോൺഗ്രസിൻ്റെ കീഴ്വഴക്കം. അതിനു മുമ്പ് മാധ്യമങ്ങളിലും മറ്റും വരുന്ന ചർച്ചകൾ ചാനലുകാർക്കൊരു ബ്രേക്കിങ് അല്ലെങ്കിൽ മറ്റ് ഇതര പാർട്ടികൾ കോൺഗ്രസിനകത്ത് അല്ലെങ്കിൽ UDF-നകത്ത് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നാണ് പറയാനുള്ളത്. ഇപ്പോൾ കാണുന്ന വാർത്തകൾ, പ്രചരണങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കുന്നത് CPM-ൻ്റെയും ചില മാധ്യമങ്ങളുടെയും അജണ്ടയാണ് UDF-ൽ ആര് മുഖ്യമന്ത്രിയാവണം എന്നത് സംബന്ധിച്ച്. KC വേണുഗോപാൽ ആണ് മുഖ്യമന്ത്രിയാവുക എന്നൊക്കെ ഉയർത്തി കാണിച്ച് വരുന്നത് തന്നെ CPM-ൻ്റെ പരാജയ ഭീതിയാണ് കാണിക്കുന്നത്. അവിടെ പ്രതിപക്ഷ നേതാവ് ആരാവണം, ഇല്ലെങ്കിൽ മൂന്നാം തുടർഭരണം കിട്ടുകയാണെങ്കിൽ മൂന്നാമത്തെ മുഖ്യമന്ത്രി ആരായിരിക്കണം എന്നത് സംബന്ധിച്ചൊന്നും ചർച്ചയില്ലെങ്കിലും UDF വിജയിക്കുമെന്നും അതിൽ മുഖ്യമന്ത്രി KC വേണുഗോപാൽ ആകുമെന്നും പറയുന്നത് തന്നെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിലൂടെ മാത്രമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ മെയ് 4-ന് 8 മണിക്ക് ആരംഭിക്കും. തൃത്താല, പട്ടാമ്പി, ഷൊർണൂർ, ഒറ്റപ്പാലം മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ പത്തിരിപ്പാല മൗണ്ട് സീന പബ്ലിക് സ്കൂളിൽ. തൃത്താലയിലെ 219 ബൂത്തുകൾക്കായി 14 ടേബിളുകളും 15 റൗണ്ടും എണ്ണും. പട്ടാമ്പി 225 ബൂത്തുകളിലെ 15 ടേബിളുകൾ 16 റൗണ്ടുകൾ. ഷൊർണൂർ 225 ബൂത്തുകൾ 19 ടേബിളുകൾ 11 റൗണ്ടുകൾ. ഒറ്റപ്പാലം 238 ബൂത്തുകൾ 11 ടേബിളുകൾ 13 റൗണ്ടുകളായി എണ്ണും. സംസ്ഥാനത്തെ SSLC പരീക്ഷാ പേപ്പറുകളുടെ മൂല്യനിർണ്ണയം സമാപിച്ചു. പാലക്കാട് ജില്ലയിൽ വാഴാങ്കുറിശി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, നടുവട്ടം ഗവൺമെൻറ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂൾ ഉൾപ്പെടെ 6 കേന്ദ്രങ്ങളിൽ ആയിരുന്നു പരീക്ഷാ പേപ്പറുകളുടെ മൂല്യനിർണ്ണയം. ഇതിൽ വാഴാങ്കുറിശി, നടുവട്ടം സ്കൂളുകളിൽ മാത്രം 1,43,025 ഉത്തരപ്പേപ്പറുകൾ മൂല്യനിർണ്ണയം നടത്തി. ഷൊർണൂർ കുളഞ്ചേരി കുളത്തിന് സമീപം ചില വീടുകളിൽ കിണറുകളിൽ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ ഭൂജല വകുപ്പ് അധികൃതർ പരിശോധന നടത്തി. ജനങ്ങൾക്കുണ്ടായ ആശങ്കയെ തുടർന്ന് നഗരസഭ ഇടപെട്ട സാഹചര്യത്തിലായിരുന്നു അധികൃതരുടെ പരിശോധന. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും വെള്ളം പരിശോധനയ്ക്കായി ലാബിലേക്ക് അയക്കുമെന്നും അധികൃതർ. വീടിനുള്ളിൽ ടൈൽസിൽ പൊള്ളുന്ന ചൂട്. കുടുംബം പരിഭ്രാന്തിയിൽ. വാണിയംകുളം പഞ്ചായത്തിന് സമീപം ഇരുമ്പശ്ശേരി ശങ്കരകൃഷ്ണന്റെ വീട്ടിലെ ടൈൽസിൽ നിന്നാണ് അസാധാരണമായ ചൂട് അനുഭവപ്പെടുന്നത്. കൊല്ലങ്കോട് വൻ മദ്യവേട്ട. 124 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി ഒരു സ്ത്രീ അറസ്റ്റിൽ. കൊല്ലങ്കോട് മാഞ്ചിറ കണ്ടച്ചിറയിൽ ശശികലയെ കൊല്ലങ്കോട് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടറും സംഘവും പിടികൂടി. എക്സിറ്റ് പോളുകൾക്ക് വില കൽപ്പിക്കുന്നില്ലെന്നും 2016-ൽ താൻ പരാജയപ്പെടും എന്ന് പ്രവചിച്ച എക്സിറ്റ് പോളുകളെ ജനം തള്ളിയ ചരിത്രമാണ് ഉള്ളതെന്നും UR പ്രദീപ് MLA. ചേലക്കരയിൽ മികച്ച വിജയം നേടുമെന്നും അഭിമാനകരമായ മുന്നേറ്റം നടത്താൻ ഇടതുപക്ഷത്തിന് കഴിയുമെന്നും MLA. പ്രവചനങ്ങളിലല്ല തനിക്ക് വിശ്വാസമെന്നും അത് ജനങ്ങളിൽ ആണെന്നും UR പ്രദീപ്. പാചകവാതക വില വർധനവിനെതിരെ ഗ്യാസ് സിലിണ്ടറിന് മുകളിൽ റീത്ത് വെച്ച് സ്ട്രക്ചറുമായി ഹോട്ടൽ ഉടമകളുടെ വേറിട്ട സമരം. സമരം സംഘടിപ്പിച്ചത് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. കനത്ത ചൂടിനെ പ്രതിരോധിക്കാൻ ഖാദി വസ്ത്ര പ്രചരണവുമായി ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് വകുപ്പ് 1 മാസക്കാലം 30% റിബേറ്റ് അനുവദിച്ചിട്ടുണ്ടെന്ന് ഖാദി ബോർഡ് അംഗം S. ശിവരാമൻ. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.